അങ്കമാലി അർബൻ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഭരണസമിതി അംഗങ്ങളടക്കം 20 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. അങ്കമാലി അർബൻ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഭരണസമിതി അംഗങ്ങളടക്കം 20 പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറാണ് പരാതി നൽകിയിരുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്തിയാണ് ഇത്തരത്തിൽ ഭരണസമിതി അംഗങ്ങളടക്കം 20 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അങ്കമാലി അർബൻ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ ബാങ്ക് പ്രവർത്തിച്ചിരുന്നത് നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. ബാങ്കിലെ ആകെ നിക്ഷേപത്തിന്റെ 95% ബാങ്കിൽ നിന്ന് വായ്പയായി നൽകിയിരുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. സഹകരണ നിയമപ്രകാരം അനുവദിക്കാവുന്ന വായ്പ നിക്ഷേപത്തിന്റെ 80% എന്നുള്ളൊരു കണക്കുണ്ടായിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ഓവർഡ്രാഫ്റ്റ് എടുത്തുമൊക്കെ ഇത്തരത്തിൽ വ്യാജ വായ്പകൾ നൽകിയിരുന്നു ബാങ്കിൽ നിന്ന്. റാഫി കരീം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റാഫി, കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? സ്നേഹ, അങ്കമാലി അർബൻ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം ബാങ്ക് പ്രവർത്തിച്ചിരുന്നത് സഹകരണ സംഘ നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞാൽ സഹകരണ സംഘ നിയമപ്രകാരം ഒരു ബാങ്കിൽ ലഭിക്കുന്ന നിക്ഷേപത്തിൻ്റെ 80% മാത്രമാണ് വായ്പ നൽകാവുന്ന തുക. എന്നാൽ അങ്കമാലി അർബൻ സഹകരണ ബാങ്കിൽ നിക്ഷേപത്തിൻ്റെ 95% തുകയും വായ്പയായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്കമാലി അർബൻ സഹകരണ ബാങ്കിൽ 106 കോടി രൂപയുടെ നിക്ഷേപമാണുള്ളത്. അതിൽ 102 കോടി 38 ലക്ഷം രൂപയുടെ വായ്പ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന രേഖകളിൽ വ്യക്തമാകുന്നത്. ഈ രേഖകൾ പ്രകാരം 537 ആളുകൾക്കായി 102 കോടി 38 ലക്ഷം രൂപയുടെ വായ്പയാണ് അങ്കമാലി അർബൻ സഹകരണ ബാങ്കിൽ നിന്ന് നൽകിയിരിക്കുന്നത്. ഇത് ബാങ്കിലെ നിക്ഷേപത്തിൻ്റെ 95% വരും. ഇത് സഹകരണ സംഘ നിയമത്തിൻ്റെ ലംഘനമാണ് പൂർണ്ണതോതിൽ നടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നൽകിയിരിക്കുന്ന വായ്പകളിൽ 80% വ്യാജ വായ്പകളാണ് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. കാരണം ഈ വ്യാജ വായ്പകളായി എടുത്തിരിക്കുന്ന ഈ 80% തുക അത് തിരികെ നൽകുന്നതിന് തിരികെ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന മുൻ ബാങ്ക് പ്രസിഡന്റ് PT പോൾ അന്തരിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PT പോളിനോടൊപ്പം ചേർന്ന് ബാങ്കിലെ ജീവനക്കാരനായി നിന്ന് പ്രവർത്തിച്ച ഷിജു എന്ന ആളിൽ നിന്ന് ഈ തുക ഈടാക്കുക എന്നുള്ളതാണ് ഇനി നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. എന്നാൽ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ സാങ്കേതിക പ്രശ്നവും പ്രായോഗികമായ പ്രശ്നങ്ങളും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ തുക നിക്ഷേപകർക്ക് തിരികെ ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമുള്ളത്, സഹകരണ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണത്തിൽ ഇതുവരെ 350ഓളം വായ്പകൾ പരിശോധിച്ചിട്ടുണ്ട്. ഇതിൽ 350ഓളം വായ്പകളിൽ 80% വായ്പകളും വ്യാജ വായ്പകളാണ് എന്നുള്ള കണ്ടെത്തലാണ് സഹകരണ വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. വിശദമായ അന്വേഷണം ഈ വായ്പകളുടെ പരിശോധനകൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഉണ്ടാവുക. നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അങ്കമാലി പോലീസ് ഈ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസ് പ്രകാരം 20 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. 55 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ള പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കേസ് എടുത്തിരിക്കുന്നത്. ബാങ്ക് ഭരണസമിതിയിലെ 14 അംഗങ്ങളും ഒപ്പം തന്നെ ബാങ്കിലെ ജീവനക്കാരായ 6 പേർക്കെതിരെയുമാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇവരെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിന് ഇന്ന് മുതൽ വിളിക്കുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ ഒന്നാം പ്രതിയായിരിക്കുന്നത് ബാങ്കിലെ മുൻ പ്രസിഡന്റായ അന്തരിച്ച PT പോൾ എന്ന വ്യക്തിയാണ്. ഇയാൾക്കെതിരെയാണ് ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസ് എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിലെ മറ്റു ഭരണസമിതി അംഗങ്ങളാണ് 2 മുതലുള്ള പ്രതികൾ. ഒപ്പം ബാങ്കിലെ ലോൺ വിഭാഗത്തിലെ ജീവനക്കാരനായ ഷിജു എന്നുള്ള വ്യക്തിയും ഒപ്പം തന്നെ ബാങ്ക് സെക്രട്ടറിയും ഇവരെല്ലാം തന്നെ ഈ കേസിൽ പ്രതിയായിട്ടുണ്ട്. ഇവർക്കെല്ലാം എതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. വ്യാജരേഖ ചമക്കൽ, ഒപ്പം തന്നെ തട്ടിപ്പിന് കൂട്ടുനിൽക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഈ നിക്ഷേപത്തിൻ്റെ 95% തുകയും വായ്പ നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ 80% വ്യാജ വായ്പയാണ് എന്ന് തെളിയുമ്പോൾ ഈ നിക്ഷേപ തുക തിരിച്ചു നൽകുക എന്നുള്ളത് സഹകരണ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി മാറും. ശരി, അങ്കമാലി അർബൻ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഭരണസമിതി അംഗങ്ങളടക്കം 20 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് കേസെടുത്തത്. റാഫി കരീം നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ.